നിങ്ങൾ ഇനി എത്ര ബിസി ആണെങ്കിലും എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും നിങ്ങളുടെ ഓവറോൾ ലുക്സും നിങ്ങളുടെ ഫീലും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പേഴ്സണൽ അപ്പിയറൻസ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ ഓവറോൾ ഒരു ബാലൻസ് ചെയ്താലേ നമ്മുടെ കംപ്ലീറ്റ് ബെസ്റ്റ് വേർഷൻ ആവാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും, എനിക്ക് ഇന്ന ബൈക്ക് ഉണ്ടെങ്കിൽ ഇന്ന കാർ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് മാറ്റി വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, അത്തരം കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഓവറോൾ എന്താ പറയുക, ലുക്സും നിങ്ങളുടെ ഓവറോൾ മൂഡും ഇംപ്രൂവ് ആവും. റിയലിസ്റ്റിക് ആയിട്ടുള്ള അത്യാവശ്യം സയൻസ് ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഫസ്റ്റ് വൺ, ഗ്രൂമിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. റിസർച്ചിൽ നിന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 7 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളെപ്പറ്റി, അവർ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെപ്പറ്റി ഒരു ഇംപ്രഷൻ അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവും. അതും ആദ്യത്തെ 7 സെക്കൻഡ്സിനുള്ളിൽ. നിങ്ങൾ സംസാരിക്കുകയോ ഒന്നും വേണ്ട, കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. അത് ഞാൻ ആരെയും ജഡ്ജ് ചെയ്യത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും അവരുടെ മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഗ്രൂമിങ് നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, നിങ്ങളുടെ ഹെയർ. നിങ്ങളുടെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. ചിലർ പറയും ഏതൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്താലും എൻ്റെ ഫേസിന് ചേരത്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ള കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. അതായത് ഇന്ന ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തതിന് ഞാൻ ദുൽഖർ സൽമാനെ കണക്ക് അത്രയ്ക്ക് ലുക്ക് ആവുമെന്നല്ല, നിങ്ങളുടെ ഫേസ് ഷേപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ ചേരുന്ന ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ചേരാത്ത രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ എടുത്തിട്ട് എനിക്ക് ഇതാ നല്ലതെന്ന് പറയുന്നതിന് പകരം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കംപ്ലീറ്റ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 to 3 വീക്സ് കൂടുമ്പോഴത്തേക്ക് സൈഡൊക്കെ ട്രിം ചെയ്ത് കറക്റ്റ് രീതിയിൽ ഗ്രൂം ചെയ്ത് വെക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇഫ് യു വോണ്ട് ടു ലുക്ക് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ആൻഡ് ഇനി ലോങ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുടി ഒന്ന് ഫ്രിസി ആവാതെ നല്ല രീതിയിൽ മാനേജബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഗ്രൂമിങ്ങിലെ രണ്ടാമത്തെ, നിങ്ങളുടെ ബിയേർഡ് നല്ല രീതിയിൽ വെൽ കെപ്റ്റ് ആയിരിക്കണം. ഞാൻ വീക്ക്ലി ഒരു 2 to 3 ടൈംസ് എങ്കിലും ഞാൻ ഗ്രൂം ചെയ്യും. അതായത് ഓരോ ദിവസം ഇടവിട്ടാണ് ഞാൻ എൻ്റെ ബിയേർഡ് ട്രിം ചെയ്യുന്നത്. അതായത് നെക്കിൻ്റെ ഏരിയ ആണെങ്കിൽ, ചീക്സിൻ്റെ ഏരിയ ആണെങ്കിൽ കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഈവൻ ബിയേർഡ് ലെങ്ത് പോലും ഒരു പർട്ടിക്കുലർ ലെങ്തിൽ തന്നെ കീപ്പ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ആ വെൽ ഗ്രൂംഡ് ലുക്ക് എനിക്ക് എപ്പോഴും ഉള്ളതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓൾസോ ക്ലീൻ ഷേവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേവിംഗ് ക്രീം യൂസ് ചെയ്ത് ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സോപ്പ് ഒന്നും യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ ഷേവിംഗ് കൂടി യൂസ് ചെയ്യുന്ന ഇറിറ്റേഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഗ്രൂമിങ്ങിലെ ലാസ്റ്റ് നോക്കട്ടെ, നിങ്ങളുടെ ബോഡി ഹെയർസ് ഒക്കെ നല്ല രീതിയിൽ ട്രിം ചെയ്ത് കളയാൻ നോക്കുക. ആവശ്യമില്ലാത്ത ഏരിയയിലൊക്കെ ഓവറായിട്ട് എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വെറ്റിംഗ് കൂടും, ബോഡി ഓർഡർ കൂടും. ഇതൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ട് കീ ആയിട്ടുള്ള കാര്യം തന്നെ ബോഡി ഹെയർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ആക്കുക, ഏറ്റവും നല്ലത് അതാണ്. മൊത്തത്തിൽ ഷേവ് ചെയ്തോളാണെന്ന് ഞാൻ പറയത്തില്ല, ലെങ്ത് കുറച്ചാലും മതി, അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നമ്പർ 2, സ്കിൻ കെയർ. നിങ്ങളുടെ ഫേസിന്റെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സ്കിൻ. അപ്പോൾ ആ മൊത്തം ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ആക്നെയൊക്കെ ആയിട്ടിരിക്കുന്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് കാണണം. ഓൾസോ നിങ്ങളുടെ എത്ര ലുക്കുള്ള, എത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫേസ് ഉള്ള ഒരാളാണെങ്കിലും സ്കിൻ കെയർ അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്കിൻ നല്ല അല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ ലുക്സ് നശിക്കും. ആൻഡ് നിങ്ങളുടെ സ്കിൻ ബെസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു ഡെയിലി സ്കിൻ കെയർ ഫോളോ ചെയ്യണം. അതായത് ഫസ്റ്റ് ക്ലെൻസർ, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീനും കൂടെ അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് അല്ലെങ്കിൽ ബിഗിനർ എന്ന ലെവലിൽ നിങ്ങളുടെ സ്കിന്നെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആൻഡ് ഒരു ബോണസ് ആയിട്ട് നിങ്ങളൊരു സിറം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ സിറംസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഡീപ്പർ ആയിട്ട് സിറംസ് പെനട്രേറ്റ് ചെയ്ത് ബെറ്റർ റിസൾട്ട്സ് തരാൻ സഹായിക്കും. ആൻഡ് കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറം ഉണ്ട്, സ്കിനോവീഡർ റുജുവി സിറം ആൻഡ് ഓയിൽ. ഇതിൽ 20% വൈറ്റമിൻ സി, 5% നയസനമൈഡ് ആൻഡ് 1% ഹൈലറോണിക് ആസിഡ് ഇൻഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് പാക്ഡ് വിത്ത് ആന്റി ഓക്സിഡൻസ്. സൺ ഡാമേജിൽ നിന്നും, പൊല്യൂഷനിൽ നിന്നും, ഈവൻ ടോക്സിൻസിൽ നിന്നും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് ആന്റി ഓക്സിഡന്റ്. ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബൈ റിസർച്ചേഴ്സ്. ഓൾസോ നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കാനും സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നിങ്ങളുടെ സ്കിന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ആന്റി ഓക്സിഡൻസ്. ഈവൻ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. പക്ഷേ എന്നാൽ പോലും പേഴ്സണലി ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാര്യം, നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ചുമ്മാ ഈ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്നല്ല ചോദിച്ചത്. ഇത് യൂസ് ചെയ്ത് ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രം തന്നാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ആൻഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ആദ്യം യൂസ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു, കാരണം പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് വരുന്ന സ്കിന്നാണ് എൻ്റെത്. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തത് ആദ്യം 3 ഡ്രോപ്സ് ചെയ്ത് വെച്ച് മോർണിംഗ് മാത്രമാണ് യൂസ് ചെയ്തത്. അങ്ങനെ 2 വീക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 3 ഡ്രോപ്സ് വെച്ച് രാവിലെയും രാത്രിയും ആക്കി. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം, ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ മുഖത്തുള്ള ഒരു ഡാർക്ക് സ്പോട്സിൻ്റെ ഒക്കെ ഒരു ബിഫോർ ഞാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 3 വീക്സ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് കൊള്ളാവോ ഇല്ലയെന്ന് കാണിക്കാൻ മാത്രമാണ് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്തത്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 3 മാസം എങ്കിലും വേണം റിസൾട്ട് കിട്ടാനെന്നാണ്. ആൻഡ് 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ എനിക്ക് 3 to 4 വീക്സിനുള്ളിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ആ ഡാർക്ക് സ്പോട്സ് ഫീഡ് ആവുകയും ചെയ്തു, സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുകയും ചെയ്തു. ആൻഡ് ആ റിസൾട്ട്സ് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് പ്രോഡക്റ്റ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം.
പ്രൊമോഷനാണ്, പക്ഷേ എന്നാൽ പേഴ്സണലി യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്റ്റൈൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ സ്റ്റൈൽ. അത് സ്ട്രീറ്റ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഏതൊരു സ്റ്റൈൽ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ സ്റ്റൈൽ ഓപ്ഷൻസ് ഇല്ല, നിങ്ങൾ ഫാഷൻ പീസസ് ഏത് പീസസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ വെയർ ചെയ്യാൻ ശ്രമിക്കും. അതിപ്പോൾ ഏതൊരു ടൈപ്പ് ഓഫ് ഫാഷൻ പീസ് ആയിക്കോട്ടെ, സ്ട്രീറ്റ് ആയിക്കോട്ടെ, ഓൾഡ് മണി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നല്ല രീതിയിൽ നിങ്ങൾ ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ 3 കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി നിങ്ങളുടെ ഓവറോൾ ഒരു ലുക്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. സ്റ്റൈലിംഗ് കൂടെ ഫസ്റ്റ് നിങ്ങളുടെ ബേസിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബേസിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓവറോൾ ഔട്ട്ഫിറ്റ്. രണ്ടാമത് നിങ്ങളുടെ ഫിറ്റിംഗ്, നല്ല രീതിയിൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് നല്ല രീതിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ ലുക്സ് ഉറപ്പായി ഇംപ്രൂവ് ആവും. ആൻഡ് ഫൈനലി അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയണം. നിങ്ങളുടെ ലുക്സ് എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാഷൻ പീസ് എങ്ങനെ ആയിക്കോട്ടെ, സ്റ്റൈൽ എങ്ങനെ ആയിക്കോട്ടെ, അത് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യണമെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി എത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള പീസ് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ ഔട്ട്ഫിറ്റിന്റെ ലുക്സ് അത് ഇല്ലാണ്ടാക്കും. നാലാമത്തെ കാര്യം നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക. സയൻസ് ബേസ്ഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ പെർഫ്യൂംസിന് പിന്നിൽ നല്ലൊരു റോള് നമ്മുടെ ഇമോഷൻസും നമ്മുടെ മെമ്മറിയും തമ്മിലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്മെല്ലും ഒരു മെമ്മറിയും ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ചിലർക്ക് ഒരു മൊമെന്റിൽ ആ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ആ മൊമെന്റ് ആയിരിക്കും ഓർമ്മ വരുന്നത്. സോ മാക്സിമം നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ ഫ്രാഗ്രൻസ് ബിൽഡ് ചെയ്ത് നോക്കുക. അതും ഏറ്റവും തുക്കട ബ്രാൻഡ്സിന്റെ ഒന്നും യൂസ് ചെയ്യുന്നതിന് പകരം നല്ല രീതിയിൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രാൻഡ് തന്നെ പെർഫ്യൂം ബ്രാൻഡ് ഓറം ലോഞ്ച് ചെയ്യുന്നതാണ്. ഫസ്റ്റ് 4 പെർഫ്യൂംസ് ആണ് ഇറക്കുന്നത്. നല്ല രീതിയിൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഉറപ്പായും ഇഷ്ടപ്പെടുന്ന 4 പെർഫ്യൂംസ് തന്നെയാണ്. ആൻഡ് ഞങ്ങൾ നല്ല രീതിയിലുള്ള ടെസ്റ്റിംഗ് നടത്തി പലയിടത്തും റിവ്യൂ ചോദിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട 4 പെർഫ്യൂംസ് ആണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തന്നെ ആയിരിക്കും ലോഞ്ച്. നമ്മുടെ ഗിവ് അവേ ആയിട്ട് ഏകദേശം ഒരേ ഡേറ്റിൽ തന്നെ ആയിരിക്കും. ആൻഡ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് ആയിരിക്കും ഇത് ഉറപ്പായി. ആൻഡ് ഇൻസ്പയർഡ് പെർഫ്യൂംസും കൂടെയാണ്, ടോപ്പ് ബ്രാൻഡ്സിന്റെ ഇൻസ്പയർഡ് പെർഫ്യൂംസും കൂടെയാണ്. സോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അഞ്ചാമത്തെ കാര്യം ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നിങ്ങൾ ഭയങ്കര രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം, ഓടിച്ചാടി നടക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലും തരം എക്സസൈസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അധികം മെയിലാണെങ്കിൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ ബോഡി പോസ്ചറും കൂടെ കറക്റ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ലുക്സ് ഉള്ള ഒരാളാണ്, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിയാം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി സീൻ ആസ് അൺഅട്രാക്റ്റീവ് ഓ നോട്ട് സോ ഗുഡ് ലുക്കിംഗ്. അത് ഞാൻ പല ചെക്കന്മാരിലും കണ്ടിട്ടുള്ളൂ. കാരണം ബെഡ് ലുക്കുള്ള ചെക്കന്മാർ നല്ലൊരു ഡ്രസ്സ് ചെയ്തിരിക്കും, പക്ഷേ നടക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇരിക്കുമ്പോൾ ഒരു പോസ്റ്റർ ഇല്ല, കറക്റ്റ് രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ടേക്ക് അറിയില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ചെക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങളുടെ പോസ്റ്റർ കറക്ഷൻ ബാൻഡ്സ് ഉണ്ട്, പോസ്റ്റർ കറക്ഷൻ എക്സസൈസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പോസ്റ്ററും കൂടെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. ആറാമത്തെ കാര്യം മെന്റൽ ആൻഡ് വെൽബീങ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അധികം ആമ്പിള്ളേരും ഫോക്കസ് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. കാരണം പണ്ട് മുതൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ ആണുങ്ങളെല്ലാം സഹിച്ചേ പറ്റൂ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരം ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ഔട്ട് ഇൻ വേഴ്സ് ഓഫ് വേസ്. നിങ്ങൾ അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് പിന്നീട് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും വരണ്ട എന്ന് വിചാരിക്കുന്ന രീതിയിലായിരിക്കും പുറത്തു വരുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കൺട്രോളൊക്കെ ട്രൈ ചെയ്യുക, എന്തെങ്കിലും മെഡിറ്റേഷൻസ് അങ്ങനത്തെ രീതിയിലൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ആങ്കർ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ പറയേണ്ടവരടുത്ത് പറയുക. ഒരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഗേൾഫ്രണ്ടോ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോടോ നിങ്ങളുടെ വൈഫിനോടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ കാര്യങ്ങൾ പറയണമെന്ന് പറയുക. ടോക്ക് ടു ദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുവിധ ഇഷ്യൂസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% റിലീഫ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും. സോ ആരുടെങ്കിലും സംസാരിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. മെൻ്റൽ ഹെൽത്തിനും കൂടെ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും തരം ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. മെൻ്റൽ ഹെൽത്തിനും കൂടെ ഫോക്കസ് ചെയ്യുക. ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ. അടുത്തത് സോഷ്യൽ സ്കിൽസ്. ഈ ഒരു കാര്യം ഞാൻ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്തുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് അന്നൊന്നും ആരോടും സംസാരിക്കാനോ എടുക്കാനോ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം, മിക്ക ടൈമിൽ എനിക്ക് കൺഫ്യൂഷനാണ്. ഇപ്പോഴും ചെറുതായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം തന്നെ. പക്ഷേ ഐ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. മിക്ക ടൈമിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചത് കറക്റ്റ് ആക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. റീഡ് ചെയ്യുക, ചെറുതായിട്ട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങുക. അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇൻ ദ റിയൽ വേൾഡ് ആണെങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് ചെറിയ രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യുന്നത് നല്ലൊരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏതൊരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ അട്രാക്റ്റീവ് ട്രേറ്റ് ഇൻ എ മാൻ. അടുത്തത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ആസ് എ മാൻ ഓർ എ വുമൻ നിങ്ങളൊരു സർട്ടൺ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് 80% ഓഫ് ദ നിങ്ങളുടെ പ്രോബ്ലംസ് ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
കാരണം ഒട്ടുമിക്ക അതിന് ഒരു 23 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇഷ്യൂസ് പൈസ കാരണമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒട്ടുമിക്ക ഇഷ്യൂസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 80% ഓഫ് ദ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് if you have the money. So financial stability ബിൽഡ് ചെയ്യാൻ നോക്കുക, പല സ്ട്രീംസ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, നേരായ രീതിയിലുള്ള പൈസ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലാതെ ഗ്യാംബ്ലിംഗ് ചെയ്ത് ബെറ്റിംഗ് ചെയ്ത് ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമില്ല. എക്സെപ്റ്റ് നിങ്ങൾ ട്രേഡിംഗോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഉള്ളതായിരിക്കും. അല്ലാണ്ട് ഗ്യാംബ്ലിങ്ങോ ബെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ആണ്. അത് നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് പോകത്തേ ഉള്ളൂ. അതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം, ഫൈനാൻഷ്യൽ നോളേജ് വേണം. സോ ആ ഒരു കാര്യത്തിനും കൂടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തതിന് നല്ലതായിരിക്കും. കാരണം ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വേൾഡിൽ ആ ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെരുവിലാവും. സോ അങ്ങനെ ആ സിറ്റുവേഷൻ വരണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫൈനലി ഹോബീസ് ആൻഡ് പാഷൻ. ഈ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരം നിങ്ങളുടേതായ ഒരു ടൈം വേണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തരം ഹോബീസോ പാഷൻ ത്രൂ ആയിരിക്കണം. എൻ്റെ ഒരു പാഷനാണ് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് മൈ പാഷൻ, എൻ്റെ ഒരു ഹോബി എന്നും കൂടെ പറയാം. ആൻഡ് ഐ റിയലി ലൈക്ക് വാട്ട് ഐ ഡു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരം ഹോബീസ് ഉണ്ടോ, അത്രയും വലിയ രീതിയിലാവണമെന്നില്ല, ചെറിയ രീതിയിലുള്ള, ചിലപ്പോൾ ഒരു കോയിൻ കളക്ഷൻ ആവാം, ചിലപ്പോൾ ഗാർഡനിങ് ആവാം, ചിലപ്പോൾ കുക്കിംഗ് ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങളുടേതായ ഒരു മീ ടൈം അല്ലെങ്കിൽ എൻ്റേതായ ഒരു മീ ടൈം എന്ന് പറയുന്ന ആ ഒരു ടൈം കണ്ടുപിടിക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓവറോൾ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം മറ്റൊരുമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ടൈം നിങ്ങളിലോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങളെ കുറച്ചുകൂടെ അടുത്തറിയാനും നിങ്ങളുടെ ഗുഡ് സൈഡും ബാഡ് സൈഡും എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. സോ നിങ്ങളുടെ ഒരു ഹോബിയോ നിങ്ങളുടെ ഒരു പേർപ്പസ്, നിങ്ങളുടെ ഒരു പാഷൻ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തർ ആയിരിക്കും, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അതൊന്നും ഇല്ലാതെ നമ്മൾ ടൈമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫീൽ മച്ച് ബെറ്റർ നൗ. സോ നിങ്ങളും കൂടെ ഒന്ന് അതിനും കൂടെ ഒരു ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ ഓവറോൾ ലുക്സും നിങ്ങളുടെ ഓവറോൾ മൂഡും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ആൻഡ് നമ്മൾ കുറച്ച് വീഡിയോസിന് മുമ്പ് ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഈ വീഡിയോയിൽ അത് കുറച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ, നിങ്ങൾ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിരിക്കണം. കാരണം അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരിക്കും. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്കിനോവി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ഓറം ഫോളോ ചെയ്യുക. കാരണം നെക്സ്റ്റ് ഗിവേക്ക് നമ്മൾ അതും ആ പേജും കൂടെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.